ഹലോ, ഇന്ന് നമുക്കൊരു വോട്ട ഈറ്റിനിടെ കണ്ടാലോ. അപ്പോൾ ഈ ഒരു 7-ാം മാസത്തിൽ ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളത് നോക്കാട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഈ കാലത്ത് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒന്ന് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കഴിച്ചിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ. കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴം തന്നെയാണ് കേട്ടോ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടാതെ കുറച്ചധികം വെള്ളം കൂടി കുടിക്കുന്നുണ്ട്. പിന്നെ ഒരു 9 മണിയുടെ ഉള്ളിലൊക്കെ ആയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ചായക്ക് ഉണ്ടായിരുന്നത് ഇഡ്ഡലിയും അതേപോലെ തന്നെ തക്കാളി ചട്നി ഉണ്ടായിരുന്നു, പിന്നെ തേങ്ങാ ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 ഇഡ്ഡലിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇഡ്ഡലിയും അതേപോലെ തന്നെ ഈ ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ കാലത്ത് ചായ കാപ്പി അങ്ങനെ ഒന്നും നിർബന്ധമില്ല, ഞാനായിട്ട് കുടിക്കാറുമില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ കൂടെ വീണ്ടും ഞാൻ കുറച്ചധികം വെള്ളം കുടിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേനും കഴിയും. അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്കായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ പിന്നെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുറച്ചധികം കുടിക്കുക തന്നെ ചെയ്യും കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പം ഇന്നുണ്ടായിരുന്നത് പേരയ്ക്കും അതേപോലെ തന്നെ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതിന് മുൻപായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നേരം ഞാനിത് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് കേട്ടോ കഴിക്കാറായിട്ടുള്ളത്. അങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ ജ്യൂസാണ് കേട്ടോ കുടിക്കാറ്. ഇന്ന് എന്താണെന്ന് അറിയില്ല, ജ്യൂസ് അടിക്കാനായിട്ടൊരു മടി. അപ്പോൾ പിന്നെ വിചാരിച്ചു കട്ട് ചെയ്തിട്ട് കഴിക്കാമെന്ന് കേട്ടോ. അപ്പോൾ മാങ്ങയുടെ തൊലിയൊക്കെ ഇതേപോലെ ചെത്തിയതിന് ശേഷമാണ് കേട്ടോ മാങ്ങയൊക്കെ കഴിക്കാറ്. അതിന് ശേഷം ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്ന വേറൊരു സാധനമാണ് മുട്ട കേട്ടോ. അപ്പോൾ ഒരു പുഴുങ്ങിയ മുട്ടയും ഈ ഒരു നേരത്തായിട്ട് കഴിക്കാറുണ്ട്. അതിന് ഞാനിത് എല്ലാം കൂടി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പേരയ്ക്കയ്ക്ക് വലിയ രീതിയിലുള്ള മധുരമൊന്നുമില്ല കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റൊന്നും തോന്നിയില്ല. പക്ഷെ എന്നാലും ഞാൻ ഉള്ളത് ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്തു കേട്ടോ. 7-ാം മാസം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഡെയിലി കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു മുട്ട പുഴുങ്ങിയത്. അപ്പോൾ നന്നായിട്ട് പ്രോട്ടീനുള്ള ഒന്നാണ് മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡെയിലി ഒരു മുട്ട വെച്ചിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ മുട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കുറച്ചുകൂടി വെള്ളം കുടിച്ചിട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു കുപ്പിയിലെ വെള്ളം 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേനും കഴിയും. അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഇതുപോലെ നിറച്ച് വയ്ക്കും കേട്ടോ. പിന്നെ ഒരു 12 മണിയാകുമ്പോഴത്തേനും നമ്മളിതേ കുറച്ച് കശുവണ്ടിയും ബദാമും അതേപോലെ തന്നെ ഈത്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിച്ചു. പിന്നെ കറക്റ്റ് 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ഊണ് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഊണിന് ഉണ്ടായിരുന്നത് ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടിയുള്ള ഉപ്പേരിയും പിന്നെ പരിപ്പും തക്കാളിയും വെള്ളരിക്കും കൂടിയിട്ടുള്ളൊരു കറി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അച്ചാറും പിന്നെ കുറച്ച് തൈര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ തൈര് ഞാൻ ചിലപ്പോൾ ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാറില്ല, എനിക്കത് വെറുതെ കുടിക്കാനായിട്ടാണ് ഇഷ്ടം. അപ്പോൾ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം തൈര് അങ്ങനെ കുടിക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും അതേപോലെ തന്നെ ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞിടാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഒരു 3:30 ആകുമ്പോഴത്തേക്കും നമുക്കൊരു മരുന്ന് കഴിക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3:30 തന്നെ കഴിക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാലത്ത് വേണമെങ്കിൽ കാലത്തും കുടിക്കാം. പക്ഷെ ഞാൻ വൈകിട്ട് ഈ ഒരു സമയത്തൊക്കെ ആയിട്ടാണ് കുടിക്കാറ്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഇതേപോലെ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് പൊട്ടിച്ചിട്ടെടുക്കും. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇളം ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതേപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ഇതിൽ കാണുമ്പോൾ ഒരു മഞ്ഞ കളറായിട്ട് തോന്നുന്നത്, പക്ഷേ ശരിക്കും ഇതൊരു ഓറഞ്ച് കളറിലുള്ള ഒരു മരുന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ടോണിക്കിൻ്റെ ഒരു ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഭയങ്കര മധുരമാണ് കേട്ടോ. കുറച്ച് പൊടിയേ ഉള്ളെങ്കിലും ഈ ഒരു ഗ്ലാസ്സിൽ ഉള്ള പാൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മധുരം ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ അതെ ഈ ഒരു നേരത്തായിട്ട് ഈ ഒരു മരുന്ന് ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മൂക്കൊക്കെ പൊത്തിയിട്ടാണ് കുടിക്കാറ്. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ടോണിക്ക് കുടിക്കണ അതേ ഒരു ഫീലാണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് വേറൊരു വല്ല ടേസ്റ്റ് ആണെന്ന് നമുക്ക് എളുപ്പത്തിൽ കുടിക്കായിരുന്നു. പക്ഷേ ഇത് ശരിക്കും ഒരു മരുന്നിൻ്റെ ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം അപ്പം തന്നെ ഞാൻ വേറെ എന്താണോ നമ്മൾ കൂടെ എടുത്തിട്ടുള്ളത് അത് കഴിക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഛർദ്ദിക്കാനായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ ഒരു പാല് കുടിച്ചതിന് ശേഷം ഒപ്പം നമ്മളെടുത്തിട്ടുള്ള എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ അത് കഴിക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇത് ഞാൻ ഒരു 3:30 ആകുമ്പോഴാണ് കഴിക്കാറ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാലത്ത് വേണമെങ്കിൽ കാലത്തും കുടിക്കണോണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ ഒരു നേരത്തൊക്കെ ആയിട്ടാണ് കേട്ടോ കുടിക്കാറുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 4:30 ഒരു 5 മണിയൊക്കെ ആ ഒരു സമയത്തായിട്ട് പിന്നെ വേറെ എന്തെങ്കിലും കഴിക്കും കേട്ടോ.
അപ്പോൾ ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അതേപോലെ തന്നെ അവിൽ കുഴച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് രണ്ടും കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിൽ നമ്മൾ സാധാരണ തേങ്ങയും അതേപോലെ തന്നെ ശർക്കരയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു. അപ്പോൾ അങ്ങനെ ചായ കുടിക്കണ ശീലമൊന്നുമില്ല. ഇന്നിപ്പോൾ അവിൽ കുഴച്ചത് കണ്ടപ്പോൾ അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ടത് മോള് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നിട്ട് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ കഴിവതും ചായയും കാപ്പിയൊക്കെ ഒഴിവാക്കുന്നതിനാണ് കേട്ടോ നല്ലത്. പിന്നെ പൂതിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കുറച്ച് കുടിക്കണോണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഡെയിലി നമ്മൾ 2 നേരം 3 നേരമൊക്കെ ചായ കുടിക്കണവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ അതെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ മേല് കഴുകാനായിട്ട് പോകട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു നാരങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇതേപോലെ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഉപ്പിട്ട നാരങ്ങ വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഒരു ഗ്ലാസ് കുടിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ഊണ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഊണിന് നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന അതേ സംഭവങ്ങളൊക്കെ തന്നെ കേട്ടോ. വേറെ പ്രത്യേകിച്ചിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുള്ളാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക.